Okay, presentation visible അല്ലേ? Presentation visible ആണ്. Yes or no? Presentation visible ആണ്. Yes, okay. Thank you. So we can start. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ ഇതിൽ മെയിൻ പ്രശ്നം ആംഗിൾസും തന്നിട്ടില്ല എന്നാണ്. അതാണ് കുറെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന പ്രശ്നം. ആക്ച്വലി ഇതൊരു ബോഡിയാണ്, ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ബോഡിയാണ്. അപ്പോൾ ആ ബോഡിനെ നമ്മൾ കുറച്ച് ഡയമെൻഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഈക്വൽ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഒരു ബോഡിയാണ്, റെക്ടാംഗിൾ ഷേപ്പിലുള്ള ബോഡിയാണ്. അപ്പോൾ അതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ് എന്ന് പറയുന്നത് 4 ആണ്. അത് മീറ്റർ ആവാം, മില്ലിമീറ്റർ ആവാം, സെന്റിമീറ്റർ ആവാം. എനിവേ 4 യൂണിറ്റ് ആണ് അതിന്റെ വെർട്ടിക്കൽ ഹൈറ്റ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് 1 2 3 4 5 ലെങ്ത് ഉള്ള ഒരു ഹൊറിസോണ്ടൽ പീസ് ആണ്. ഇറ്റ് മേ ബി 5 മീറ്റർ, 5 സെന്റിമീറ്റർ ഓർ 5 മില്ലിമീറ്റർ. എനിവേ നമുക്ക് കൺസെപ്റ്റ് മാത്രം അറിഞ്ഞാൽ മതി. മീൻസ് അതിന്റെ യൂണിറ്റ് മാത്രം അറിയാം. ഒരു ബോഡിയിൽ 3 ഡിഫറെന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫോഴ്സ് നമുക്ക് 2 കിലോ ന്യൂട്ടൺ, സെക്കൻഡ് ഫോഴ്സ് 5 കിലോ ന്യൂട്ടൺ, തേർഡ് ഫോഴ്സ് 15 കിലോ ന്യൂട്ടൺ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ബോത്ത് റിസൾട്ടന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ ആൻഡ് പൊസിഷൻ ഓഫ് ദ റിസൾട്ടന്റ്. ഈ 3 കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യണം 3 ഡിഫറെന്റ് ഫോഴ്സുകൾ വന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ magnitude, position and direction of the resultant. Okay, in the first step we have to find the angles. ഇതിൽ angles calculate ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫസ്റ്റ് നമ്മൾ θ1 എന്നുള്ള ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. θ1 എന്നുള്ള ആംഗിൾ. സോ ഇതൊരു സ്ക്വയർ ആണ്, കാണുമ്പോൾ മനസ്സിലാവല്ലോ. സ്ക്വയർ ആണ്. സ്ക്വയർ θ1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. tan θ is equal to opposite side by adjacent side. ഒരു സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും സെയിം ലെങ്ത് ആയിരിക്കും. So θ1 can be written as നമുക്ക് opposite side by adjacent side. Suppose we are giving this as 10 and this as 10. So we can tan θ1 is equal to tan θ1 equal to 10 by 10 എഴുതാൻ പറ്റും. Or θ1 is equal to tan inverse 1, that is equal to 45 degree നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. Okay, and second angle θ2 എന്നുള്ള ആംഗിൾ. അപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ വെച്ചിട്ടായിരിക്കും θ2 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. 2 സ്ക്വയർ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. θ2 എന്നുള്ള ആംഗിൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഫ്രം ദിസ് പോയിന്റ് ഈ 3 പോയിന്റും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാംഗിൾ ഫോം ചെയ്യാൻ പറ്റും. ഈ 3 പോയിന്റും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രയാംഗിൾ ഫോം ചെയ്യാൻ പറ്റും. സോ θ2 ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ട്രയാംഗിൾ ഈ ട്രയാംഗിൾ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ tan θ2 can be written as tan θ2. ഓപ്പോസിറ്റ് സൈഡ് എത്രയാ? 10 10 10 30. adjacent side എത്രയാ? 10 10 10 10. So 40. 30 by 40 is equal to tan θ2. or θ2 is equal to tan inverse 3 by 4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതേപോലെ θ3 എങ്ങനെ എഴുതാൻ പറ്റും? θ3 can be written as another triangle. നമുക്ക് വേറൊരു ട്രയാംഗിളിന്റെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. So θ3 can be written as ഈ ഒരു ട്രയാംഗിൾ ആണ് നമുക്ക് θ3. This is the triangle for θ3. So tan θ3 equal to എത്ര വരിക? ഓപ്പോസിറ്റ് സൈഡ് 10, അഡ്ജസന്റ് സൈഡ് എത്രയാ? 10 10. So total 20. Tan θ3 is equal to 10 by 20. θ3 is equal to tan inverse 1 by 2. ഓക്കെ, അപ്പൊ അതാണ് ഈ 3 ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ഒരുവിധം എല്ലാവരും ഡൗട്ട് ചോദിച്ചെന്ന് 2 ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കുള്ള ആദ്യത്തെ ഡൗട്ട് ഇതായിരുന്നു, ഹൗ ടു കാൽക്കുലേറ്റ് ദ ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ ഈ ഫിഗർ വരച്ചിട്ട് ഈ 3 ആംഗിൾസ് വേഗം എഴുതിക്കുക. അതുപോലെ ആംഗിൾസിന്റെ വാല്യൂസ്. ടാൻ ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, മീൻസ് കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ കിട്ടാത്ത ആൾക്കാർ എങ്ങനെ ഉണ്ട് വെച്ചാൽ പറയാം. ഇന്നലെ ആരാണ്ട് പറഞ്ഞു ടാൻ ഇൻവേഴ്സ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. മീൻസ് കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ വേറെ ഏതോ വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിഗർ വരയ്ക്കുക, ഫോഴ്സുകൾ മാർക്ക് ചെയ്യാം. റിസൾട്ടന്റ് മാർക്ക് ചെയ്യണ്ട കേട്ടോ, റിസൾട്ടന്റ് വേണ്ട. ഫോഴ്സുകൾ 2 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ 5 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യാം, 15 കിലോ ന്യൂട്ടൺ മാർക്ക് ചെയ്യാം. സ്കെയിലും പെൻസിൽ വെച്ചിട്ട് ഫിഗർ വരയ്ക്കാം. അതേപോലെ ഫിഗർ വരച്ചിട്ട് 3 ഫോഴ്സ് മാർക്ക് ചെയ്യാം. അതുപോലെ θ1 θ2 θ3 മാർക്ക് ചെയ്യാം. ആൻഡ് താഴെ tan θ1 tan θ2 tan θ3 കൊണ്ട് എഴുതാം. ആൻഡ് വാല്യൂസ്, ഇതിന്റെ വാല്യൂസ് എഴുതി വെക്കാം. ഈ വാല്യൂസ് നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചിട്ട് തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നോ ചെക്ക് ചെയ്ത് നോക്കാം.
ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആയാലും പറയാം. കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇന്നലെ ഹോംവർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. അവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വേഗം കഴിയും. കംപ്ലീറ്റ് ആയി പറയാം കേട്ടോ. സോ ആ θ1, θ2, θ3യുടെ ആ 3 ഡിഫറെന്റ് ട്രയാങ്കിൾ നമുക്ക് ആ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. സോ യൂസിങ് ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ θ1, θ2, θ3. അതിനാണ് അവർ ആ ടോട്ടൽ ഫിഗറിനെ ചെറിയ ചെറിയ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഫോഴ്സുകൾ ഫിഗർ വരയ്ക്കാം, 3 ഫോഴ്സ് വരയ്ക്കാം. ആൻഡ് മാർക്ക് ദ ആംഗിൾസ് θ1, θ2, θ3 ആൻഡ് റൈറ്റ് tan θ1, tan θ2, tan θ3 ആൻഡ് θ1. അതിന്റെ വാല്യൂസ് എല്ലാം എഴുതാം. ഇത്ര എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സിഗ്മ എക്സ് ഡയറക്ഷൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. എക്സ് ആയിട്ടും വൈ ആയിട്ടും നമുക്ക് റിസോൾവ് ചെയ്യാം. ആ സ്റ്റെപ്പിലേക്ക് പോകാം. കംപ്ലീറ്റ് ആയാലും പറയാം. കഴിഞ്ഞോ? ഒരു ഡണ്ണ വന്നിട്ടുള്ളൂ. 2, 2, 3, 4, 5. 10 ആവട്ടെ. രണ്ടാലും കൂടി ആയാലും നമുക്ക് okay. So our next step is to find the magnitude of these forces. Resultant calculate ചെയ്യണം, resultant magnitude calculate ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ we have to resolve this force into x and y components, or we have to resolve this force into horizontal and vertical components. രണ്ട് components ആയിട്ട് റിസോൾവ് ചെയ്യാം. So first I will be resolving this 2 kilonewton into 2 components. In the direction towards ആയതുകൊണ്ട് it will be ഒരു component it will be upward and another component will be in the horizontal direction towards the right. So this angle is θ1. So horizontal component will be 2 cos θ1. Vertical component will be 2 sin θ1. Okay. And 5 kilonewton again we will be resolving into 2 components. That's one in this direction towards right, one in the downward direction. So we got theta over here. So this angle is θ2. This angle will be θ2. Okay. So this is 5 cos θ2. This is 5 sin θ2. Okay. Next we will be resolving 15 kilonewton into 2 components. So 15 towards left ആയതുകൊണ്ട് horizontal component towards left ആയിരിക്കും, towards downward ആയതുകൊണ്ട് vertical component towards downward ആയിരിക്കും. If this is θ3, this song also will be θ3, and this will be 15 cos θ3 and this will be 15 sin. നമ്മൾ 3 ഫോഴ്സ് ഉണ്ട്, 3 ഫോഴ്സിനെയും നമ്മൾ horizontal and vertical components ആയിട്ട് റിസോൾവ് ചെയ്യും. Now we are going to write the net horizontal component and net vertical component. First we will be writing the next horizontal component. First one 2 cos θ1. θ1 value നമ്മൾ 45 ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. So first one is 2 cos 45. The second one 5 cos θ2. 5 cos θ2. Θ is equal to 36.87.
5 cos 36.87. And the last one is 15 cos theta 3. അതിന്റെ direction towards left ആയതുകൊണ്ട് we will be taking negative sign. And direction towards left ആയതുകൊണ്ട് we will be taking negative sign. 1 point, actually it is 15 or 1.5. Actually it is, I think it is 1.5. Okay, anyway. So 1.5 cos 26.565. So we got the angle as 26.565. So it is 1.5 cos 26.565. Next we will be writing the vertical components. Vertical components, first force positive ആണ്, second and third force negative ആണ്. അപ്പോൾ ആദ്യത്തെ force മാത്രം പോസിറ്റീവ് കോമ്പണന്റ്, second and third force നെഗറ്റീവ് കോമ്പണന്റ്. So net vertical force 2 sin 45 പോസിറ്റീവ്, ബാക്കി രണ്ട് ഫോഴ്സുകളും 5ഉം 1.5ഉം നെഗറ്റീവ് കോമ്പണന്റ്സ്. Okay, so we got the net horizontal forces 4.072 and net vertical forces minus 2.25. So horizontal component പോസിറ്റീവും vertical component നെഗറ്റീവും. So നമ്മുടെ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് ഫോർത്ത് ക്വാഡ്രന്റ്. നമ്മൾ 4 ക്വാഡ്രന്റ് വരയ്ക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിലായിരിക്കും നമ്മുടെ ഫോഴ്സ് എടുക്കേണ്ടായിരിക്കുക. അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് പോസിറ്റീവ്, വെർട്ടിക്കൽ കോമ്പണന്റ് നെഗറ്റീവ്. ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് എടുക്കേണ്ടായിരിക്കുക. ഇനി ചില ക്വസ്റ്റ്യനിൽ പറയും വി ഹാവ് ടു ഡ്രോ ദ പൊസിഷൻ ഓഫ് ദ ഫോഴ്സ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അവർ റിസൾട്ടന്റ് ഏകദേശം ഇവിടെ വരച്ചേക്കുന്നത്. റിസൾട്ടന്റ് നമുക്ക് വരയ്ക്കാൻ 2 പൊസിഷൻ ഉണ്ട്, അതുകൊണ്ട് അതിൽ ഏത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നു അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിൽ ബി കാൽക്കുലേറ്റിംഗ് ദ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാണ്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. So next we will be calculating the net resultant using the horizontal and vertical component. We will be calculating the net resultant. This is the magnitude of the resultant. നമ്മുടെ റിസൾട്ട് കാൽക്കുലേറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആംഗിൾ tan theta is equal to sigma fy divided by sigma fx. Okay, so fy എന്ന് പറയുന്നത് -2.25, fx എന്ന് പറയുന്നത് 4.072. സോ നമ്മൾ മൈനസ് എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫോർത്ത് ക്വാഡ്രന്റ് ആണെന്ന് അറിയാം, അതിൽ നമുക്ക് ആക്ച്വൽ ആംഗിൾ എഴുതാൻ പറ്റും. സോ നമ്മൾ മാർക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റ് ആയതുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ഇതായിരിക്കും. ആക്ച്വൽ ആംഗിൾ എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഇതാണ് ശരിക്കും ആക്ച്വൽ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വൽ ആംഗിൾ ചോദിക്കുകയാണെങ്കിലും പ്രാക്ടീസ് വരുത്താം ഏത് ക്വാഡ്രന്റ് ആണെന്ന് നോക്കിയിട്ട്. ഓക്കെ, സോ നമുക്ക് കിട്ടുന്ന ആംഗിൾ 29 ഡിഗ്രി ആയിരിക്കും. ആക്ച്വൽ ആംഗിൾ എന്ന് പറയുന്നത് റിമൈനിങ് 360 - 29 ആയിരിക്കും ആക്ച്വൽ ആംഗിൾ. അപ്പൊ ഇതുവരെയുള്ള സ്റ്റെപ്പുകൾ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ ഫോഴ്സിന്റെ കോമ്പണൻസ് എഴുതാം, വെർട്ടിക്കൽ ഫോഴ്സിന്റെ കോമ്പണൻസ് എഴുതാം, മാഗ്നിറ്റ്യൂഡ് എഴുതാം, ആംഗിൾ എഴുതാം. ഈ മൊമെന്റ് ആണ് നമ്മൾ പുതുതായിട്ട് പഠിച്ചത്, നമുക്ക് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഇതുവരെയുള്ള തീറ്റ വരെയുള്ള കംപ്ലീറ്റ് ആയാലും പറയാം. ഇവിടെ ആക്ച്വൽ ആംഗിൾ കൊണ്ട് എഴുതിക്കും. ആക്ച്വൽ തീറ്റ വരെയുള്ള കംപ്ലീറ്റ് ആയാലും പറയാം. ഇവിടെ ആൽഫാന്ന് എഴുതിയേക്കണം. ഓക്കെ, നമുക്ക് ഏതെങ്കിലും പേര് കൊടുക്കാം. തീറ്റ എന്ന് തന്നെ എഴുതിക്കോ, കൺഫ്യൂഷൻ ആവണ്ട. ആൽഫ തീറ്റയും കൺഫ്യൂഷൻ ആവണ്ട. തീറ്റ ആംഗിളിന് പേര് കൊടുത്തോളൂ. ആൽഫ, ബീറ്റ, തീറ്റ അങ്ങനെ പല പേരുകളും കൊടുക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ വരികയാണെങ്കിൽ അപ്പം തന്നെ ചോദിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോവാം കേട്ടോ. നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരിക്കും. കാരണം ത്രൂ ഫോൺ വിളിച്ചാലൊന്നും അങ്ങനെ നമുക്ക് വരച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കൂടുതൽ മെക്കാനിക്സ് ഇക്വേഷൻ വെച്ചിട്ടും വരച്ചിട്ടൊക്കെ എഴുതിയിട്ടൊക്കെ പറയുന്നതല്ല. അതുകൊണ്ട് ഡൗട്ടുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പരമാവധി ക്ലാസ്സിൽ തന്നെ മാക്സിമം ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ചിലപ്പോൾ വീട്ടിൽ പോയിട്ട് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് ഡൗട്ടുകൾ വരിക. കുഴപ്പമില്ല, നമുക്ക് എപ്പോഴാണെങ്കിൽ കുഴപ്പമില്ല. മാക്സിമം ക്ലാസ്സിൽ ഉണ്ട് വെച്ചെങ്കിൽ ചോദിക്കാൻ യാതൊരു മടിയും വിചാരിക്കണ്ട. മാക്സിമം ക്ലാസ്സിൽ തന്നെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. എനിക്കും സൗകര്യം അതാണ്, നിങ്ങൾക്കും സൗകര്യം അതാണ്. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാം.
ഓക്കെ, ഇതെല്ലാവരും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ വിൽ ഗോ ടു ദ മൊമെന്റ് ഓഫ് ദ ഫോഴ്സ്. നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് റെസ്പെക്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഏറ്റവും ബോട്ടം പോയിന്റ് ആയിട്ടുള്ള നമുക്ക് ഓ ഫിക്സ് ചെയ്യാം. ഏറ്റവും ബോട്ടം പോയിന്റ് ആയിട്ടുള്ള ഓ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും ബോട്ടം പോയിന്റ് ആയിട്ടുള്ള ഓ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ കോമ്പണന്റ് സോൾവ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ ഈ കേസിൽ നമുക്ക് പെർപെൻഡിക്കുലർ നമ്മളൊരു യൂണിറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് ആയിട്ട് സോൾവ് ചെയ്തിട്ട് നമുക്ക് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ ഫോഴ്സിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഏതാ എൻഡിങ് പോയിന്റ് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വേണം അതിന്റെ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫസ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവിടെയാ? 2 കിലോന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം പോയിന്റ് എ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആ 2 കിലോന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. സോ അതിന് നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ 2 കോമ്പണൻസ് കിട്ടും. 1 മിനിറ്റ്. റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 കോമ്പണൻസ് കിട്ടും. ഒന്ന് ദിസ് ഈസ് 2 sin 45 ആൻഡ് ദിസ് ഈസ് 2 cos 45. 2 കോമ്പണൻസ് കിട്ടി. ഓക്കെ, 2 sin 45ന്റെ ലൈൻ ഓഫ് ആക്ഷൻ, 2 sin 45ന്റെ ലൈൻ ഓഫ് ആക്ഷൻ നമ്മൾ ഏത് പോയിന്റ്, നമ്മൾ ഓ എന്നുള്ള പോയിന്റ് വിത്ത് റെസ്പെക്ട് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇത് ക്വസ്റ്റിന് പറഞ്ഞിട്ടൊന്നുമില്ല. നോർമലി ഒരു ഫിഗർ തന്നാൽ ഏറ്റവും ഹൊറിസോണ്ടൽ ലെഫ്റ്റ് വേർഡ് പോയിന്റ് വെച്ചിട്ട് ചെയ്യാം. നമുക്ക് പോയിന്റ് ബി എടുത്താലും പ്രശ്നമൊന്നുമില്ല. ക്വസ്റ്റിന് പറഞ്ഞിട്ട് നമുക്ക് ഏത് വേണമെങ്കിൽ എടുക്കാം. എനി പോയിന്റ്, നമുക്ക് ഏത് പോയിന്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. സ്പെസിഫൈ ചെയ്യണം. വിൽ ബി ടേക്കിംഗ് ഇൻ ജനറൽ പ്രാക്ടീസ് പറയുന്നതാണ്. ജനറൽ പ്രാക്ടീസ് ലെഫ്റ്റ് വേർഡ് ബോട്ടം കോർണർ ആണ് നമ്മൾ എടുക്കാറ്. സോ നമുക്ക് 2 ഫോഴ്സ് ഉണ്ട്. 2 sin 45 ഉണ്ട്, 2 cos 45 ഉണ്ട്. ഓക്കെ, ഓരോ ഫോഴ്സ് കൊണ്ടാണ് മൊമെന്റ് നോക്കാം. 2 sin 45ന്റെ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ലൈൻ ഓഫ് ആക്ഷൻ 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന്റെ ഫോഴ്സ് 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പൊ 2 sin 45 എന്നുള്ള ഫോഴ്സ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് ഓ. പോയിന്റ് ഓയിലൂടെ അത് പാസ് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ 2 sin 45 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ മൊമെന്റ് ആയിട്ട് എഴുതാം. ആ ഫോഴ്സ് പോയിന്റ് ഓയിലൂടെ പാസ് ചെയ്യുമ്പോൾ വി ഡോണ്ട് ഹാവ് എനി മൊമെന്റ് ഡ്യൂ ടു ദാറ്റ് ഫോഴ്സ്. ആ ഫോഴ്സ് നമുക്ക് മൊമെന്റ് ഒന്നും ഉണ്ടാവില്ല. കാരണം ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദാറ്റ് ഫോഴ്സ് ഈസ് പാസിംഗ് ത്രൂ ദ അവർ റെഫറൻസ് പോയിന്റ് ഓ. Sir, you're inaudible. You muted yourself. ഇപ്പോൾ